വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ജോസഫ് വാഴക്കൻ, ഈ ടോം ജോസിൻ്റെ കേസിലേക്ക് വരാം. ടോം ജോസും ഇന്ന് ഈ സ്വഭാവത്തിൽ തന്നെ ഒരു വിഭാഗം പേർക്കിടയിലെങ്കിലും ഒരു രക്തസാക്ഷി പരിവേഷം നേടാൻ പാകത്തിന് നിൽക്കുകയാണ്. കഴിഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിനെതിരായ അന്വേഷണം അവസാനിപ്പിച്ചത്. ഇപ്പോഴത്തെ നളിനി നെറ്റോ തന്നെയാണ് അന്ന് ആ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നോട്ട് കൊടുത്തത്. എങ്ങനെയാണ് അത് എങ്ങനെയാണ് അത്ര ലളിതമായി അദ്ദേഹത്തിനെതിരെ അത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളപ്പോൾ കഴിഞ്ഞ സർക്കാരിന് കേസ് അവസാനിപ്പിക്കാൻ, ആ അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു? സത്യത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ശ്രീമതി നളിനി നെറ്റോ തന്നെയാണ് അത് അവസാനിപ്പിച്ചതെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ. അവരന്ന് ഹോം സെക്രട്ടറി ആയിരുന്നു. ഒരു പക്ഷേ അവർ അന്വേഷിച്ച് അവർക്ക് ബോധ്യപ്പെട്ടിട്ടാവാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇനിയിപ്പോൾ പുതിയ തെളിവുകളുമായിട്ട് ആരെങ്കിലും പരാതി കൊടുത്തു, അതിൻ്റെ പേരിൽ കോടതിയിൽ വിജിലൻസ് കോടതിയിൽ പോയി അതിൻ്റെ ബാക്കി എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാൻ പറയുന്നത് കൂടുതൽ കള്ളന്മാരുണ്ടെങ്കിൽ കൂടുതൽ കള്ളന്മാരെ പിടിക്കണം. പക്ഷേ ഒരു കള്ളനും നല്ല കള്ളനും ചീത്ത കള്ളനെന്നും രണ്ട് കള്ളന്മാരില്ല. കള്ളന്മാരെല്ലാം കള്ളന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, എല്ലാവരോടുള്ള നടപടികൾ ഒരുപോലെ ആയിരിക്കണം. അതിനകത്ത് താല്പര്യങ്ങൾ വരാൻ പാടില്ല. ഭരണകക്ഷിക്ക് ഒരു ലൈൻ. ഇപ്പോൾ CPM-മായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇ പി ജയരാജൻ്റെ അന്വേഷണം ഇപ്പോൾ എവിടെ നടക്കുന്നത്? ഇ പി ജയരാജൻ്റെ ഇപ്പോൾ നേരത്തെ റഹീം പറഞ്ഞേക്കുന്നൊരു നിസ്സാര കാര്യമായിട്ടൊരു ബന്ധുവിനെ അല്ല, അതിൻ്റെ ബാക്കി കഥകളും കൂടെ വെളിയിലേക്ക് വരുമെന്നുള്ളത് കൊണ്ട് വളരെ തന്ത്രപരമായി CPM നേതൃത്വം ആലോചിച്ച് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ അന്വേഷണം നടക്കട്ടെ. മൊത്തത്തിൽ നടത്തിയിട്ടുള്ള ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ MD-മാരുടെ നിയമനത്തിൻ്റെ ആ ലിസ്റ്റ് മൊത്തം എടുത്തിട്ടൊന്ന് അന്വേഷിക്കട്ടെ. ആ അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് പോലും അറിയില്ല. വളരെ കൃത്യമായ ക്ലിയർ എവിഡൻസ് ലെറ്റർപാടിൽ എഴുതി കൊടുത്തിരിക്കുന്നത്, ക്ലിയർ എവിഡൻസ് കിടക്കുമ്പോൾ എന്ത് ക്വിക്ക് വെരിഫിക്കേഷൻ? അതെന്തായാലും അന്വേഷണം നടക്കുകയാണ് എന്നതാണ് അതിൻ്റെ ഒരവസ്ഥ. നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം, വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് വരാം. അതിനുമുണ്ട് ശ്രീ ചെക്കുട്ടിയിലേക്ക്. ശ്രീ NP ചെക്കുട്ടി, ഒരു ചരിത്രമുണ്ട് ടോം ജോസുമായി ബന്ധപ്പെട്ട്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതേ വിഷയത്തിൽ ടോം ജോസിനെതിരെ അന്വേഷണം നടന്നതാണ്. ആ അന്വേഷണം അവസാനിച്ചതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ഈ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കരിവാരി തേക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. മാതൃഭൂമി ന്യൂസ് തന്നെ വളരെ കൃത്യമായി ബിജു പങ്കജ് മഹാരാഷ്ട്രയിൽ പോയി അന്വേഷിച്ചതാണ് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിനെ കുറിച്ച്. അവിടെ അദ്ദേഹത്തിൻ്റെ പേരെന്തോ നകുൽ ദുമാസ്കർ എന്ന ഒരു ദരിദ്രനായ ഒരു തൊഴിലാളിയാണ് ഇദ്ദേഹത്തിന് ഈ 1 കോടി രൂപയ്ക്ക് മേൽ തുകയ്ക്ക് എസ്റ്റേറ്റ് വിറ്റത് എന്നതാണ് കഥ, എന്നതാണ് ചരിത്രം. ആ നകുൽ ദുമാസ്കർ ഇതൊക്കെ കേട്ട് കണ്ണു തള്ളിയതല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എസ്റ്റേറ്റും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കച്ചവടത്തിലും ഏർപ്പെട്ടിട്ടില്ല. മറ്റൊരു ചരിത്രം, 25 ലക്ഷം രൂപ ഈ കച്ചവടത്തിൽ തന്നെ നകുൽ ദുമാസ്കറിന് അധികം കിട്ടിയതുകൊണ്ട് ഇത്രയും പൈസ വേണ്ട എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന ടോം ജോസിന് തിരികെ കൊടുത്തു എന്നതുകൂടിയാണ് അതിൻ്റെ ഒരു ചരിത്രം. ഇത്രയും കൃത്യമായി ഈ നിലയ്ക്കൊക്കെ സംശയിക്കാവുന്ന സാഹചര്യം, അദ്ദേഹം കുറ്റക്കാരനാണെന്നൊന്നും ഈ സമയത്ത് ആരോപിക്കുന്നില്ല, പക്ഷേ സംശയിക്കാവുന്ന സാഹചര്യങ്ങളുള്ള കേസാണ് അന്ന് അവസാനിപ്പിക്കപ്പെട്ടത്. അത് ഈ പറഞ്ഞതുപോലെ കേവലം ആ സർക്കാരിൻ്റെ നിലപാട് എന്ന് മാത്രം പറയാൻ കഴിയില്ല, ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൂടി ഉണ്ട് എന്ന അന്നേ ആരോപണം ഉയർന്നിരുന്നതാണ്. പുതിയ സാഹചര്യത്തിൽ അതിനൊരു മാറ്റം വരുമോ? തീർച്ചയായും കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതിയോടുള്ള സമീപനത്തിൽ നിന്ന് കുറേയേറെ വ്യത്യാസം ഈ പുതിയ സർക്കാരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അക്കാര്യം ഒരു വസ്തുതയാണ്. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ഒരു ലോബിയായി പ്രവർത്തിക്കാൻ ഈ സാഹചര്യത്തിലും കഴിയുന്നു എന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ടോം ജോസിന് വേണ്ടി വാദിക്കാൻ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കാണുമെന്നത് തന്നെയാണ് അവസ്ഥ. ഇല്ല, അങ്ങനെയല്ല. അതിപ്പം യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരുടെ നിലപാടുകളെ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സമീപനത്തിനനുസരിച്ച് ആയിരിക്കും ഉദ്യോഗസ്ഥരെല്ലാം എപ്പോഴും ആടിക്കളിക്കുക. ഒരു ശക്തമായിട്ടുള്ള നിലപാടുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ ഭരണകൂടത്തിനകത്ത് ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ അധികമൊന്നും കൈകടത്താൻ കഴിയുകയില്ല എന്ന് ബോധ്യമായാൽ അവർ പത്തിമടക്കും. നേരെ മറിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആളുകളെ കൊണ്ടുവരാം എന്നവർക്ക് തോന്നുകയാണെങ്കിൽ, ഭരണകൂടത്തെ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കാമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിലേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസങ്ങളിലെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ അഴിമതിക്കെതിരായിട്ട് ശക്തമായൊരു നിലപാടിലേക്ക് സർക്കാർ വരുന്നുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക്, സ്വതന്ത്രമായ നടപടികളിലേക്ക് ഈ സർക്കാർ പോകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഇത് പോകും, എത്ര കാലം പോകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ അച്ചടക്കത്തോടുകൂടി പെരുമാറുകയായിരിക്കും വളരെ നന്നായി വരിക. അതല്ല, ഒരു സർക്കാരിനോടും ഏറ്റുമുട്ടാനുള്ള സമീപനത്തിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ജനങ്ങളുടെ പിന്തുണയോടുകൂടി വന്നൊരു സർക്കാരാണ്. ഇപ്പോഴും സർക്കാരിന് ജനപിന്തുണയുണ്ട്. മാത്രമല്ല, അഴിമതി പോലുള്ള വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർ ഒരു എന്താ പറയുക, ഒരു എതിർ നിൽക്കുന്ന സമീപനം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷ സമരത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണെങ്കിൽ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ആ തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്നുള്ള അവസ്ഥയിൽ ജനാധിപത്യപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയും അന്വേഷണങ്ങൾ തങ്ങളുടെ നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും മാത്രമാണ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുള്ള വഴി. അതല്ലാണ്ട് ഇപ്പം ടോം ജോസിൻ്റെ കേസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സമയത്ത് തന്നെ ആ കേസ് അങ്ങനെ ക്ലോസ് ചെയ്യാവുന്നതായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കേസിൻ്റെ വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഒരു എമൗണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. മാത്രമല്ല, ആരാണ് ഈ ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു പ്രോപ്പർട്ടി കൊടുത്തതെന്ന് ഇതുവരെ വ്യക്തമല്ല. അങ്ങനെ ഒരുപാട് അവ്യക്തതകളുള്ളൊരു കേസിൽ വളരെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ക്ലിയർ ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ക്ലിയർ ചെയ്യപ്പെടാതെ ഇങ്ങനെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നത് ശരിയല്ല. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുകയും ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ഇപ്പം സർക്കാർ ചെയ്യുന്നതിന്. അതുകൊണ്ടാണ് ജനപിന്തുണ കിട്ടുന്നത്. ശ്രീ റഹീം, പക്ഷേ ഈ പറഞ്ഞ ഈ നളിനി നെറ്റോ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗമാണ്. അത് ഏത് ചുമതലയാണ് വഹിക്കുന്നതെന്ന് അറിയാമല്ലോ. എങ്ങനെയാണ് ഈ കേസിൽ ടോം ജോസിന് ഇനി പരിഗണന കിട്ടാൻ പോകുന്നത്? അല്ല, അത് ഇതിനകത്ത് നിങ്ങൾ ടോം ജോസിനെ കുറിച്ച് ഹർഷൻ ചോദിക്കുമ്പോൾ വളരെ സമർത്ഥമായി, എനിക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ ശ്രീ ജോസഫ് വാഴക്കൻ വളരെ സമർത്ഥമായി EPയിലേക്ക് പോയി, അതിലേക്ക് പോയി. യഥാർത്ഥത്തിൽ അത് അവിടെ തന്നെ അങ്ങനെ സ്ലിപ്പായി പോയതിൻ്റെ പിന്നിൽ തന്നെ കൃത്യമായ ധാരണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ നളിനി നെറ്റോയുടെ മുകളിലേക്കല്ല ഇത് വരേണ്ടത്. ഇത് സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു, കൃത്യമായി ഗവൺമെൻറ്റിന് മുമ്പിൽ വിവരം വരുന്നു. ആ ചാനൽ അവിടെ പോയാൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബിജു പങ്കജ്. ആ റിപ്പോർട്ട് സന്തോഷ് ദുമാക്കർ എന്ന് പറയുന്ന ഒരു മേസ്ത്രി പണിക്കാരനെ ബന്ധപ്പെട്ട് വരുന്നു. തിരുവനന്തപുരത്ത് നിറമൻകരയിലെ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കാർഷിക വായ്പ എടുക്കുന്നു ഈ ടോം ജോസ്. ആ കാർഷിക വായ്പ ഒരു മാസത്തിനകം മറ്റും തിരിച്ചടയ്ക്കുന്നു, ഒരു വർഷത്തിനകം തിരിച്ചടയ്ക്കുന്നു. അതെ, അവിടെയെല്ലാം വളരെ അദ്ദേഹം കൊടുക്കുന്ന അന്ന് ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന, എനിക്ക് തോന്നുന്നു ഡോക്ടർ പ്രഭാകരൻ എന്നെനിക്ക് തോന്നുന്നു അല്ലേ, അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണ കത്ത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം മടക്കുന്നു. അതിനുശേഷം ഇവിടെ വരുന്നു, വീണ്ടും വിശദീകരണ കത്ത് കൊടുക്കുന്നു. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരത് ഭൂഷൺ വകുപ്പ് തല അന്വേഷണമല്ല ഇതിൽ വേണ്ടതെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ വിജിലൻസും അല്ല, CBI അന്വേഷിക്കേണ്ട കാര്യമാണ്. കാര്യം ഇത് സംസ്ഥാനത്തിനും പുറത്ത് നടക്കുന്ന ഒരു ഇടപാടാണ്. ഒരുപാട് ദുരൂഹതകളുണ്ട്, വിദേശത്ത് നിന്നും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷനുണ്ട്. അത്ര പ്രാധാന്യത്തോടെ അന്വേഷിക്കുന്നതിന് പകരം സർക്കാർ ചെയ്തു വകുപ്പ് തലത്തിലേക്ക് പോയി. നളിനി നെറ്റോ എന്നല്ല, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടനുസരിച്ച് നളിനി നെറ്റോ എന്നല്ല, ആ സ്ഥാനത്തിന് ആര് വന്നിരുന്നാലും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന അകലത്തിലല്ല ഈ പ്രശ്നങ്ങൾ. പക്ഷെ അങ്ങനെ ചുരുക്കി അതിനും അപ്പുറത്താണ് ടോം ജോസിന്റെ സ്വാധീനം എന്ന് വന്നാൽ അത് ഈ കാലത്തും നമ്മൾ പ്രതീക്ഷിക്കാം. അല്ല, ഒന്നുമില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ DMRCയുടെ പ്രശ്നം, DMRC ഇത്രയും ആരോപണം നേരിട്ട് ടോം ജോസിനെ കഴിഞ്ഞ ശ്രീ ജോസഫ് വാഴക്കൻ്റെ കാലത്ത് എവിടെയാണ് എത്തിയത്? DMRCയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, തുറന്നു വെച്ച മാധ്യമ കണ്ണുകളും തുറന്നു വെച്ച സമൂഹത്തിൻ്റെ മനസ്സുമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീ ശ്രീധരൻ്റെ DMRCക്ക് പോയില്ലായിരുന്നു, ശ്രീധരൻ പിക്ചറിൽ പോലും വരില്ലായിരുന്നു. അവിടെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംവിധാനം നടന്നുപോയതിന് ഉമ്മൻചാണ്ടിയുടെ ബന്ധുവിൻ്റെ അക്കൗണ്ടിൽ അന്ന് ബാങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ അക്കൗണ്ട് നിക്ഷേപിച്ചു. കൊല്ലത്ത് ICICI ബാങ്കോ അങ്ങനെ ഏതൊരു ബാങ്കിൽ, സ്വകാര്യ ന്യൂ ജനറേഷൻ ബാങ്കിൽ നിക്ഷേപിച്ചു. എന്തെല്ലാം ആരോപണങ്ങളാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുമായി ചേർത്തല്ലേ ഇതെല്ലാം വന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണയാണെന്ന് UDF ചെയ്യുന്നത്. അതിനാണ് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കണം, ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണ് എന്നെല്ലാം ബന്ധിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ സമ്മർദ്ദതന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. IAS ലോബിക്കാരെങ്ങനെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം മാത്രം വരുമ്പോൾ സമ്മർദ്ദതന്ത്രത്തിലേക്ക് വരുന്നത്? അവരിൽപ്പെട്ട ഒരാളല്ലേ രാജു നാരായണസ്വാമി, അവരിൽപ്പെട്ട ഒരാളല്ലേ ഈ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ അകാരണമായി കഴിഞ്ഞ UDF സർക്കാർ പലതവണ നാട് കടത്തി. അതിനെതിരെ എന്തുകൊണ്ട് ഈ IAS IPS ലോബി അവിടെ ഉണരുന്നില്ല ധാർമ്മിക രോഷം? രാജു നാരായണസ്വാമി എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മൂലയ്ക്ക് നിർത്തി. സംശയം വരുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് രാഷ്ട്രീയമായി ആ ഒരു തലം തീർച്ചയായും അത് പരിശോധിക്കാവുന്നതിനുള്ള മറുപടികളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെയാണ് ജേക്കബ് തോമസിന്
കൃത്യമായി ഇടപെടാവുന്ന ആരോപണ വിധേയരായ വേറെ കുറേ IAS IPS ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട്. ഒരിക്കലും അദ്ദേഹം തൊടാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ലാത്ത ടോമിൻ തച്ചങ്കരിയെ പോലെയുള്ളവർ. പറയാം. ഇതിനകത്ത് ഈ വരുന്ന എല്ലാ കേസുകളും കോടതിയിൽ ഇപ്പോൾ KM ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് ശ്രീ ജോസഫ് വാഴക്കൻ ആദ്യം മുതലേ ഈ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. KM ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് വരുന്നു, അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ നടത്തുന്നു. തൊട്ടടുത്ത ദിവസം KM ഇബ്രാഹിമിൻ്റെ വീട്ടിൽ കയറുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഞങ്ങളും പാവങ്ങൾ ഇങ്ങനെ കരുതിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ശുദ്ധ മനസ്സായി അതിനെ വ്യാഖ്യാനിക്കേണ്ട. അദ്ദേഹത്തിനറിയാം, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചതുമാണ്, KM ഇബ്രാഹിമിനെ സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട അധിവസം എനിക്ക് തോന്നുന്നു ഈ വരുന്ന 7-ാം തീയതി മറ്റുമാണ്. ആ കോടതി പറയുന്ന വഴിയിലൂടെയാണ് ഇതെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോടതിയുടെ ഒബ്സർവേഷനിലാണ്, ആ ഒബ്സർവേഷനിലേ പോകുന്നത്. നേരത്തെ സഖാവ് EPയുടെ കാര്യം ഇദ്ദേഹം വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. ഞാൻ പറയട്ടെ, അതും കോടതിയുടെ ഒബ്സർവേഷനിലാണ്. ഞങ്ങൾക്ക് Aയും Bയും ഇല്ല. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അഴിമതി ആരോപണം നടത്തിയത് ഇപ്പോൾ ഈ മലബാർ സിമന്റ്സിന്റെ MD അകത്ത് പോയില്ലേ, നേരത്തെ ഇവിടെ ഇതുവരെ നടക്കാത്ത വഴികളിലൂടെ പോവുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, തീർച്ചയായും താങ്കൾ ആത്മാർത്ഥമായി തന്നെയാണ് ഈ അഴിമതികളെല്ലാം പുറത്തു വരണം എന്ന് ആവശ്യപ്പെടുന്നത് എന്ന് തന്നെ കരുതുകയാണ്. കാരണം താങ്കളുടെ നിലപാട് അങ്ങനെയാണ് മുമ്പും ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ തന്നെ കരുതുന്നു. പക്ഷേ മറ്റൊരു കോൺഗ്രസ് വക്താവ് തന്നെ ടോം ജോസിന് വേണ്ടി, അതല്ലെങ്കിൽ ടോം ജോസിനെതിരായ ഈ നീക്കത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസം രംഗത്തെത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ഒരൊറ്റയടിക്ക് ഇപ്പോൾ ജേക്കബ് തോമസിന് ഒരു ബ്ലാങ്ക് ചെക്ക് സർക്കാർ നൽകുന്നത് പോലെ, പിണറായി വിജയൻ നൽകുന്നത് പോലെ ടോം ജോസിന് നൽകാൻ കഴിയുക? അല്ല, നമുക്കങ്ങനെ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യത്തിൽ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റില്ല. ഈവൻ KM ഇബ്രാഹിമിന് പോലും കൊടുക്കാൻ പറ്റില്ല. KM ഇബ്രാഹിമിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് പോലെ സംസാരിച്ചത് ശരിയല്ല. അവിടെ എൻ്റെ അഭിപ്രായത്തിൽ അത് KM ഇബ്രാഹിം ഇന്നലെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തുവെങ്കിൽ മുഖ്യമന്ത്രി പറയേണ്ടത് വിജിലൻസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു, അവർ അവരുടെ ജോലി നിർവഹിക്കുന്നു, നിങ്ങൾ ഇടപെടരുത് എന്നൊരു വാക്കായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വിശദീകരണം തേടി അതിനകത്ത് പിന്നെ നടപടി പശയുണ്ട്. അതൊന്നും ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രി സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇടപെടാൻ പാടില്ലായിരുന്നു, അങ്ങനെ പറയാനും പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അല്ലാതെ ചില ആളുകളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു മുൻവിധി വെക്കാൻ പാടില്ല. ചില ആളുകൾ മോശമാണ്, ചില ആളുകൾ നല്ലതാണ്, അയാളെക്കുറിച്ച് അങ്ങനെ ട്രാക്ക് റെക്കോർഡിൽ അങ്ങനെ പറയാൻ പാടില്ല. അതാണ് ഇവിടെ ഉണ്ടായ ഒരു സംശയം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ റഹീം അങ്ങനെ ഞങ്ങൾ പിന്നെ വെറുതെ പറഞ്ഞതല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ IASലും IPSലും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഇതാണിപ്പോൾ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം റഹീമിനോട് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. റഹീം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഒരു പക്ഷേ ജേക്കബ് തോമസിനെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുള്ളത് നിരവധി കാര്യങ്ങൾ, ഞാൻ വേണമെങ്കിൽ അക്കമിട്ട് ഞാൻ പറയാം, അതൊന്നും എനിക്കറിയാവുന്ന പോലെ ഒന്നും റഹീമിന് പറയാൻ പറ്റില്ല. എത്ര കേസുകളിൽ അദ്ദേഹത്തിന് ഡ്രസ്സ് ഇടാൻ അവസരം കൊടുത്തിട്ടില്ല, കാക്കി ഇടാൻ അവസരം കൊടുത്തിട്ടില്ല. ഈ ജേക്കബ് തോമസിനെ വിജിലൻസിൽ കൊണ്ടുവന്നത് UDF ആണ്. ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ADGP ആയിട്ട് വിജിലൻസിൽ കൊണ്ടുവന്നത്. അതല്ലാതെ CPM ഒന്നുമല്ല. ഇതിനു മുമ്പുള്ള അതിൻ്റെ കഥകൾ വേണമെങ്കിൽ സംസാരിക്കാം. ഏതൊക്കെ കേസുകളിലാന്ന് അന്ന് ശ്രീ ജേക്കബ് തോമസിനെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇത് നിർത്തിപ്പോകാൻ പോലും ആലോചിച്ചത് ഒരു സമയത്ത്. അതുകൊണ്ട് ജേക്കബ് തോമസിനെ നിങ്ങൾ സംരക്ഷിക്കുന്ന കാര്യവും നിങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്ന കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. തീർച്ചയായും. എന്തായാലും ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ജേക്കബ് തോമസിന് അനുകൂലമാണ്. അത് പൂർണ്ണമായി ഒരുപക്ഷെ ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണോ എന്ന് സ്വകാര്യമായി ചർച്ച ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം ജേക്കബ് തോമസിന് ഇപ്പോൾ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം റഹീം, വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.